എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഉച്ച മുതൽ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ടോ സ്കൂൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂൾ വഴി തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വാക്കൻസി ലിസ്റ്റ് നാളെ ഉച്ചയോടെ വരുന്നതാണ്. വാക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷനുകൾ വെക്കാം. കാരണം ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നിലവിൽ വാക്കൻസി ഇല്ലാത്ത സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോഴ്സിലേക്കോ ട്രാൻസ്ഫർ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആ ഒരു വാക്കൻസി ലിസ്റ്റ് നാളെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വാക്കൻസിയിൽ ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുന്ന മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട, അതായത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സ്കൂൾ മാറ്റത്തിനോ സാധിക്കുന്നതായിരിക്കില്ല. കാരണം ഇത് +1 ഹയർ സെക്കൻഡറിയുടെ ഏറ്റവും അവസാനത്തെ ട്രാൻസ്ഫർ ആണ്. ഇനിയൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്ഷൻ നൽകുന്ന സമയത്ത് താല്പര്യമുള്ള സ്കൂളും കോഴ്സും തന്നെയാണ് നൽകിയത് എന്നുള്ളത് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യും മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാതെ വരികയാണ് എങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലേക്ക് ട്രാൻസ്ഫർ വെച്ചു, അതായത് കോഴ്സ് മാറ്റത്തിനായിട്ട് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചു. അല്ല, നിങ്ങൾ അതിന് പകരം നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വെച്ചു, അതായത് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾ ട്രാൻസ്ഫർ വെച്ചു. അതല്ല എങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് എവിടെയും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എവിടെയാണോ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വയ്ക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടുത്ത മൂന്നാമത്തെ കാര്യമാണ്, ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ നൽകിയ ശേഷം ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്കൊരു ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡിക്ലറേഷൻ ഭാഗമുണ്ടാകും. അതൊരു ഡിക്ലറേഷൻ ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ഒരു ക്ലിക്ക് ചെയ്യാനുള്ള, അതായത് ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും. ജസ്റ്റ് ചെക്ക് ബോക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു ബോക്സ് പോലെ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ടിക്ക് വരും. അപ്പോൾ അതിനാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിക്ലറേഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയുള്ള സ്കൂളിലേക്ക് പോവേണ്ടതായിട്ട് അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ്റെ ബട്ടൺ ആക്റ്റീവ് ആവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂളും അതുപോലെ തന്നെ കോഴ്സും മാറിപ്പോയിട്ടില്ലല്ലോ. അതായത് കാരണം നിങ്ങളോട് ഇത് പറയാൻ കാരണം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് ബയോളജി സയൻസ് ഒന്നാമത്തെ ഓപ്ഷൻ വെക്കാൻ വിചാരിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ഓപ്ഷൻ സെലക്ട് ചെയ്ത സമയത്ത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിദ്യാർത്ഥിക്ക് സയൻസിന് പകരം ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ബയോളജി സയൻസിൽ നിന്നും ആ ഒരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്കായിരുന്നു ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥി നൽകിയുള്ള ഓപ്ഷൻ നൽകിയത് മാറിപ്പോയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാറിപ്പോവാതിരിക്കാനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂളിൽ മാറിപ്പോയിട്ടുണ്ടോ, അതായത് സ്കൂളിൻ്റെ പേരും അതുപോലെ സ്കൂളിൻ്റെ കോഡടക്കം എല്ലാ ഡീറ്റെയിൽസും ഓപ്ഷൻ നൽകുന്ന ഭാഗത്ത് കാണാം. അതുപോലെ തന്നെ കോഴ്സിലുള്ള കോമ്പിനേഷനും അതുപോലെ കോഴ്സിൻ്റെ കോഡും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള കോഴ്സ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകിയിട്ടുള്ള കോഴ്സ് മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ, പ്രയോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം അലോട്ട്മെൻറ്റ് ഏത് സ്കൂളിലാണ് ഏത് കോഴ്സിലാണ് കിട്ടാൻ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണോ മാറേണ്ടത്, അതനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് മാറിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇക്കാര്യം വിദ്യാർത്ഥികളും രക്ഷിതാക്കളാണ് ഓപ്ഷൻ നൽകാൻ പോകുന്നതെങ്കിൽ, അതായത് ഈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം
പല വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ നൽകിയത് മാറിയത് കാരണം കിട്ടിയ കോഴ്സും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും അതുപോലെ തന്നെ കോഴ്സും നിങ്ങൾക്ക് കോഴ്സ് മാത്രമാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറേണ്ടതെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുത്ത ശേഷം ഓട്ടോമാറ്റിക്കലി സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് മാറിപ്പോയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്കൂളും മാറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഒരു 2 തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം കൺഫേം ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത ശേഷം കൺഫേം ചെയ്യാത്തത് കാരണം ആ ഒരു വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ഫസ്റ്റ് ട്രാൻസ്ഫറിനായിട്ട് അവരെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ആപ്ലിക്കേഷൻ കറക്റ്റാണ് എന്നുള്ള അതിൽ നൽകിയുള്ള ആ ഒരു ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം അത് കൺഫേം ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കേണ്ടതാണ്. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കണം എന്നില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ PDF എങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത്. അതിനു മുമ്പായിട്ട് ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം പറയാം. ഇതുവരെ മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും, അതുപോലെ ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥി ആയിരുന്നാലും, അതുപോലെ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു HSCAP വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി റിസൾട്ട് നോക്കി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിലും, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS കൂടാതെ സ്പോർട്സ് എന്നുള്ള ലിങ്ക് വഴി കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് കോട്ടയിൽ വഴി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള അഡ്മിഷൻ നേടിയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും ഈ ഒരു ട്രാൻസ്ഫറിന്, അതായത് അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും, അതുപോലെ ഏതൊരു ഓപ്ഷൻ ആയിരുന്നാലും നിങ്ങൾ മുമ്പ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത ഒരു വിദ്യാർത്ഥി ആയിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് മാറിപ്പോയിട്ടില്ല, സ്കൂള് മാറിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ നൽകുന്നത് എന്നുള്ള കാര്യം പറയാം. ഓപ്ഷൻ നൽകുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഓപ്ഷൻ നൽകുമ്പോൾ അത് മാറിപ്പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 2-3 തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും നൽകിയിട്ടുള്ള സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ മാറിയിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും മാത്രമേ ഓപ്ഷനായിട്ട് വെക്കേണ്ടതുള്ളൂ. താല്പര്യമില്ലാത്ത സ്കൂളോ കോഴ്സോ വെക്കേണ്ടതില്ല. ഇത് പറയാൻ കാരണം ചില വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടട്ടെ എന്ന് കരുതി, അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ കിട്ടണമെന്ന് കരുതി ഇഷ്ടമില്ലാത്ത കോഴ്സിലേക്ക് കൂടി ഓപ്ഷൻ വെക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ സയൻസാണ് പഠിക്കാൻ താല്പര്യം ഉള്ളതെങ്കിൽ ആ ഒരു ബയോളജി സയൻസ് വെക്കുക. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വെക്കുക. കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് വെക്കുക. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് വെക്കുക. അതായത് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് താല്പര്യമുള്ള കോഴ്സ് ആ ഒരു കോഴ്സിലേക്ക് മാത്രം വെക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ എന്ന സ്കൂളിൽ കിട്ടിയത് കൊമേഴ്സ് ആണെന്ന് കരുതുക. എനിക്ക് പഠിക്കാൻ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ സയൻസോ ആണ് പഠിക്കാൻ താല്പര്യമുള്ളത് എന്ന് കരുതുക. ഈ ഒരു ബയോളജി സയൻസിൻ്റെ കോഡ് 1 ആണ്, കമ്പ്യൂട്ടർ സയൻസിൻ്റേത് 5 ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു, ഞാനിപ്പോൾ കൊമേഴ്സ് ആണ് ഇപ്പോൾ കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ എനിക്കിപ്പോൾ ബയോളജി സയൻസ് ആണ് വേണ്ടതെങ്കിൽ എന്ന സ്കൂളിൻ്റെ കോഡ് ഞാനിപ്പോൾ നൽകിയിട്ട് ആ ഒരു സ്കൂളിൽ ബയോളജി സയൻസ് ഓപ്ഷനായിട്ട് നൽകുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു കോഴ്സിലേക്കും, അതുപോലെ ആ ഒരു സ്കൂളിലേക്കും, അതുപോലെ മറ്റൊരു ജില്ലയിലേക്ക് മാറ്റണമെന്ന്, മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ നൽകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് അപേക്ഷ നൽകേണ്ടത് എന്ന് നോക്കാം. വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കണം എന്നുള്ളതനുസരിച്ച് സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ സ്കൂളിൻ്റെ പേരും കോഡും കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സിൻ്റെ കോഡും കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതുപോലെ അതിലെ സബ്ജക്റ്റുകളും കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് കൂടി ഓപ്ഷൻ നൽകാവുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങളെ അതിലേക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് കൂടി ഓപ്ഷൻ വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സ്പോർട്സ് കോട്ടയിലായിരുന്നാലും അല്ലെങ്കിൽ മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാലും ഈ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകാനുള്ള ഭാഗമുണ്ടാകും. അത് കറക്റ്റായിട്ട് നിങ്ങൾ നൽകുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ
ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ +1ൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് +1ൻ്റെ അപേക്ഷ നൽകിയപ്പോൾ ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൻ്റെ കോഡ് നൽകണം. കോഡ് നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കൂളിൻ്റെ പേരും ഡീറ്റെയിൽസും അതുപോലെ അവിടെയുള്ള കോഴ്സും വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജല്ല, ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഭാഗമുണ്ടാകും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഓപ്ഷൻ്റെ പൊസിഷൻ എത്രാമതാണ്, ലാസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്രാം സ്ഥാനത്താണ് വെക്കേണ്ടത് എന്നിങ്ങനെയൊക്കെ ഉണ്ടാകും. സാധാരണ ഡീഫോൾട്ടായിട്ട് അവിടെ ലാസ്റ്റ് എന്നാണ് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് നൽകുക. ഇവിടെ ഏത് സ്കൂളാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. കോഡ് നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കൂളിലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആഡ്, അതുപോലെ തന്നെ റീസെറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് ഈ ഒരു രീതിയിൽ 1, 2, 3 എന്നുള്ള രീതിയിൽ വന്ന് ഇവിടെ സ്കൂള് അതുപോലെ കോഴ്സ് എന്നിങ്ങനെ താഴെ ലിസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് സൈഡിലായിട്ട് ഒരു ഡിലീറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടുള്ള ഡിലീറ്റ് ഓപ്ഷനിൽ പിന്നീട് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓരോ സ്കൂളിൻ്റെ പേരും ഇതേ രീതിയിൽ തന്നെ ആദ്യം ആഡ് ചെയ്ത ശേഷം പിന്നീട് അടുത്തതായിട്ട് വേണ്ട സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അതുപോലെ അവിടെ വേണ്ട കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്കൂളാണെങ്കിലും അല്ലെങ്കിൽ 2 സ്കൂളാണെങ്കിലും അല്ലെങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കാണെങ്കിലും മറ്റൊരു സ്കൂളിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഓപ്ഷനുകളൊക്കെ ഈ ഒരു പേജിൽ തന്നെയാണ് നൽകേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നൽകിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതിനുശേഷം നിങ്ങൾക്ക് ഡിക്ലറേഷൻ സേവ് ചെയ്ത ശേഷം ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും മാറിപ്പോയിട്ടില്ലല്ലോ അല്ലെങ്കിൽ സ്കൂളോ കോഴ്സോ മാറിയിട്ടില്ലല്ലോ എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. ഒരു 2 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ആദ്യം ചെക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നീട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു 2 തവണയെങ്കിലും നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് മാറിപ്പോയിട്ടില്ല, അതുപോലെ പുതുതായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റൊരു സ്കൂളോ കോഴ്സിലേക്കോ ഓപ്ഷൻ വെക്കേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം കൺഫർമേഷൻ ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം പിന്നീട് നിങ്ങൾ കാണുന്ന പേജിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുപോലെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ PDF ആണെങ്കിൽ PDF ആയിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു അടുത്ത ദിവസം തന്നെ, അതായത് ഈ ഒരു നാളെ ആണെങ്കിൽ അതിനുശേഷം മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ആ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള സ്കൂളിലേക്കോ കോഴ്സിലേക്കോ മാറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഏറ്റവും അവസാനത്തെ ട്രാൻസ്ഫറാണ്, ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.